ദിനംപ്രതി വൻ ലാഭമാണ് KSRTC കൊയ്തുകൊണ്ടിരിക്കുന്നത്. മന്ത്രി KB ഗണേഷ് കുമാർ KSRTCയിൽ മിതമായ നിരക്കിൽ മികച്ച ഡ്രൈവിംഗ് പരിശീലനത്തിനായി ആരംഭിച്ച ഡ്രൈവിംഗ് സ്കൂൾ പദ്ധതി വമ്പൻ ഹിറ്റ്. പദ്ധതി ആരംഭിച്ച 6 മാസം പിന്നിടുമ്പോൾ 27,86,522 രൂപയുടെ ലാഭമാണ് ഉണ്ടായതെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. ഡ്രൈവിംഗ് സ്കൂൾ, ടൂറിസ്റ്റ് ഹബ് എന്നിവ ഉൾപ്പെടെ വിതുര KSRTCയുടെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതുവരെ 661 പേർ ഡ്രൈവിംഗ് പഠനത്തിന് ചേർന്നു. KSRTC ഡ്രൈവിംഗ് സ്കൂളിൽ പഠനം കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾ സ്വധൈര്യം സ്വന്തം വണ്ടി ഓടിച്ചു പോകുമെന്ന വാക്കു പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ KSRTC ബസ്സുകളിലും അകത്തും പുറത്തും ക്യാമറ ഘടിപ്പിക്കും. യാത്രക്കാർ കൈ കാണിച്ചിട്ട് ബസ് നിർത്താതെ പോയാൽ നടപടിയെടുക്കും. സാധാരണക്കാർ ആശ്രയിക്കുന്ന സൂപ്പർഫാസ്റ്റ് ബസ്സുകൾ AC ആക്കുന്ന പദ്ധതിയുടെ ഭാഗമായി ആദ്യ ബസ് ട്രയലിന് നൽകുകയാണ്. KSRTC ജീവനക്കാരുടെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് ഒരു മാസം 5 ഡിപ്പോകളിൽ ചെക്കപ്പുകൾ നടത്തും. KSRTCയുടെ നഷ്ടം കുറച്ചു കൊണ്ടുവരാൻ കഴിയുന്നു എന്നത് മികച്ച നേട്ടമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പൊതുജനങ്ങൾക്ക് ഉന്നത നിലവാരത്തിലുള്ള ഡ്രൈവിംഗ് പരിശീലനം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന ഡ്രൈവിംഗ് സ്കൂൾ പൊന്മുടിയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് സുഖകരവും ആനന്ദകരവുമായ യാത്ര പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ടൂറിസം ഹബ്ബ്, സ്കൂൾ കുട്ടികൾക്കായി നടപ്പിലാക്കുന്ന ഹ്രസ്വകാല ട്രാഫിക് കോഴ്സ് ആയ റോഡിലെ നല്ല പാഠങ്ങൾ തുടങ്ങിയ പദ്ധതികളാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. കൂടാതെ വിതുര ഡിപ്പോയിൽ നിന്നുള്ള പുതിയ ഐസർ വിതുര ഗുരുവായൂർ സൂപ്പർഫാസ്റ്റ് സർവീസും മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. അതിനിടെ KSRTCയിലെ ഒരു വിഭാഗം ജീവനക്കാരുടെ 24 മണിക്കൂർ പണിമുടക്ക് ആരംഭിച്ചു. ഇന്ന് രാത്രി 12 മണിവരെയാണ് പണിമുടക്ക് ഉണ്ടാകുക. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ TDFന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക് നടത്തുന്നത്. ശമ്പളവും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യുക, 31% DA കുടിശ്ശിക അനുവദിക്കുക, റൂട്ടുകൾ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് INTUC യൂണിയനുകളുടെ കൂട്ടായ്മയായ TDFന്റെ പണിമുടക്ക്. എന്നാൽ ഇപ്പോഴും ശമ്പളം നൽകുന്നത് മാസം പകുതിയോടെയാണ്. ഇതും സമരത്തിന്റെ മറ്റൊരു കാരണമാണ്. STU, FFJ എന്നീ സംഘടനകളും സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതായി TDF നേതാക്കൾ അറിയിച്ചു. അതേസമയം പണിമുടക്കാത്ത ജീവനക്കാരെ ഉപയോഗിച്ച് പരമാവധി സർവീസുകൾ നടത്താനാണ് മാനേജ്മെന്റിന്റെ തീരുമാനം. പണിമുടക്കിനെ നേരിടാൻ സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സിവിൽ സർജന്റെ റാങ്കിൽ കുറയാത്ത മെഡിക്കൽ ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലല്ലാതെ അവധി അനുവദിക്കരുത് എന്നാണ് മാനേജ്മെന്റിന്റെ നിർദ്ദേശം. ക്യാന്റീനുകൾ പ്രവർത്തിക്കണം, വീഴ്ച വരുത്തിയാൽ ലൈസൻസ് റദ്ദാക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. ഡയസ്നോൺ പ്രഖ്യാപിച്ചുകൊണ്ട് പണിമുടക്ക് അട്ടിമറിക്കാനുള്ള നീക്കം വിലപ്പോവില്ല എന്നും TDF സംസ്ഥാന പ്രസിഡന്റ് തമ്പാനൂർ രവി, വർക്കിംഗ് പ്രസിഡന്റ് M. വിൻസെന്റ് MLA, ജനറൽ സെക്രട്ടറി VS ശിവകുമാർ എന്നിവർ പറഞ്ഞു. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതുവരെ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും വ്യക്തമാക്കി. അതേസമയം KSRTCയിൽ INTUC യൂണിയനുകളുടെ കൂട്ടായ്മയായ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ പണിമുടക്ക് തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ അർദ്ധരാത്രി മുതൽ ഇന്ന് അർദ്ധരാത്രി വരെയാണ് പണിമുടക്കുണ്ടാകുക. ഇതിനെ നേരിടാനായി സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം 12 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം. ഈ സമരത്തെ യൂണിയനുകൾ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. KSRTC ജീവനക്കാരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സമരത്തിന് സാധിക്കുമെന്നതാണ് അവരുടെ